ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ചിലപ്പോഴെങ്കിലും പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി വരാറുണ്ട്. ബാക്കി വന്ന പുട്ട് വെച്ചിട്ടാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നത്. കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും നല്ലൊരു ഐറ്റം കൂടിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ ബാക്കി വന്ന പുട്ടെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. 4 ചെറിയ കഷ്ണം പുട്ടാണ് എനിക്കിവിടെ ബാക്കി വന്നിട്ടുള്ളത്. നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഞാനിപ്പം ഇവിടെ സ്റ്റീം ചെയ്യാതെയാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. കാരണം ഈ പുട്ട് കുറേ നേരം കഴിഞ്ഞാലും സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പുട്ടെല്ലാം കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഇതേപോലെ പൊടിച്ചെടുത്തതിന് ശേഷം സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ചുവട് കട്ടിയുള്ള നല്ലൊരു പാനോ അല്ലെങ്കിൽ മൺചട്ടിയോ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി വന്നതിന് ശേഷം മാത്രം 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അതായത് ചെറിയ ജീരകം. ഇനി ഇട്ട് കൊടുക്കുന്നത് പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, അതേപോലെ തന്നെ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം 1/4 കപ്പ് സവാള അരിഞ്ഞതും 1/4 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെയായിട്ട് അരിഞ്ഞത് 1/2 കപ്പ് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടുന്നത്. അതുകൊണ്ട് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരുപാട് ബ്രൗൺ കളറൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ വീണ്ടും വഴറ്റിയെടുക്കുക. ചെറിയ തീയിൽ തന്നെ വഴറ്റിയാൽ മതി. ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടായിരിക്കും. ഇപ്പോൾ ഇതെല്ലാം കറക്റ്റ് പാകമായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട്. ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും പൊടികൾ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ചെറിയ തീയിൽ തന്നെ വെച്ച് വഴറ്റിയെടുക്കുക. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടായിരിക്കും. അതുകൊണ്ട് പൊടികളെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ പൊടികളെല്ലാം നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് വലിയൊരു തക്കാളിയുടെ പകുതിയാണ്. അതിൻ്റെ ദശ മാത്രമായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എണ്ണ തെളിയുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ മസാലയെല്ലാം സൈഡിലോട്ട് മാറ്റി കൊടുത്ത് നടുഭാഗത്തായിട്ടാണ് ഞാൻ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത്. ഈ മസാലയുടെ മുകളിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കാണത്തില്ല. എല്ലാം കൂടെ ഒരു ഉണ്ട പോലെ വരും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നടുഭാഗത്തായിട്ട് ഇതേപോലെ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത്. 3 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് പുട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ 3 മുട്ട മാത്രം എടുത്തത്. ഈ ചട്ടിയുടെ നടുഭാഗത്ത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ മുട്ട നന്നായിട്ട് ഇളക്കിയെടുക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ വീണ്ടും നല്ലപോലെ ഇളക്കിയെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മസാല മാറ്റിയതിന് ശേഷം മുട്ട മാത്രമായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ഇപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. മുട്ടയെല്ലാം കുറച്ചൊന്ന് കട്ടിയാവുന്ന വരെ ഇതേപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ മുട്ടയൊക്കെ പാകത്തിന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്കിനി മസാലയും കൂടിയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. നമ്മൾ മുട്ടയിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ മസാല വഴറ്റുമ്പോഴും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുട്ട് കുഴയ്ക്കുമ്പോഴും നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് തന്നെ മതിയായിരിക്കും. ഇനി ഇട്ട് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ അവിടെ പുട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുക്കാനുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പുട്ട് കുറേ നേരം കഴിഞ്ഞാലും സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾ സാധാരണ രീതിയിലാണ് പുട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ സമയത്ത് കുറച്ചൊന്ന് വെള്ളം തെളിച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ചെറിയ തീയിൽ അടച്ചു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തേങ്ങ കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ സമയത്ത് കുറച്ചും കൂടെ തേങ്ങയും ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് 1 ടീസ്പൂൺ നാരങ്ങാനീരാണ്. അതും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഈ പുട്ടിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. കൂടെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. പുട്ട് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ നമ്മൾക്ക് എടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ കാപ്പിയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ വേണമെങ്കിലും ഇത് കൊടുത്തുവിടാം. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക.
അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ ഇത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്